കൊച്ചി കാക്കനാട് മാവേലിപുരത്ത് 12-കാരി സൈക്കിളിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ സ്ഥലത്ത് പോലീസ് പരിശോധന നടക്കുകയാണിപ്പോൾ. സംരക്ഷണ ഭിത്തിയുടെ ഉയരം പോലീസ് പരിശോധിച്ചു. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ നിന്ന് ഫ്ളാറ്റ് ഉടമകൾ ഒഴിഞ്ഞു മാറിയെന്ന് വാർഡിന്റെ കൗൺസിലർ ഐഷ കുറ്റപ്പെടുത്തി. നഗരസഭ സ്വമേധയാ നിർമ്മാണം ഏറ്റെടുത്തെന്നും മഴയായതുകൊണ്ടാണ് കാലതാമസം വന്നതെന്നും കൗൺസിലർ പറയുന്നു. ആക്ച്വലി ഇത് മുനിസിപ്പാലിറ്റിക്ക് ഒരു അവകാശവുമില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് ഈ ഫ്ലാറ്റിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഏരിയയാണ്. അത് ഈ മുനിസിപ്പാലിറ്റിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ 1 വർഷം മുമ്പ് പരാതി കൊടുത്തിരുന്നു. മുൻ കൗൺസിലർ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടതാണ്. അപ്പോൾ എമൗണ്ട് കൂടുതലാണെന്നും പറഞ്ഞ് ഇവർ ചെയ്തില്ല. അപ്പം ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് വന്ന സമയത്ത് ഇവർ പറഞ്ഞു അതൊന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ടായത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ വർക്ക് ഓർഡർ ആയിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അപകടം വന്നത്. എന്തായാലും ഒരു മകളുടെ ജീവൻ എടുത്തിട്ടാണ് ഈ സംഭവം പോയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നഗരസഭയുടെ കുറ്റമാണോ ഫ്ലാറ്റിൻ്റെ കുറ്റമാണോ ഇനി പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് സംരക്ഷണ ഭിത്തി കെട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.